നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാത്തോലിക്ക സ്ഥാനാരോഹണം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഓപ്പറേഷൻ ഡി ഹണ്ട് 146 പേരെ അറസ്റ്റ് ചെയ്തു. പിറവം നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി അനൂപ് ജേക്കബ് MLA അധ്യക്ഷതയിൽ നടന്നു. ഉദയംപേരൂർ പട്ടമനക്കടവ് ശ്രീ എസ് ടി ഗന്ധർവസ്വാമി കുടുംബക്ഷേത്രത്തിലെ വാർഷികോത്സവം ഏപ്രിൽ 1-2 തീയതികളിൽ നടക്കും. ശ്രേഷ്ഠ ബെസേലിയസ് ജോസഫ് കാത്തോലിക്ക ബാവയ്ക്ക് നെടുമ്പാശ്ശേരിയിലും പുത്തൻകുരിശിലും വൻ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. ശ്രേഷ്ഠ ബെസേലിയസ് ജോസഫ് കാത്തോലിക്ക ബാവയ്ക്ക് നെടുമ്പാശ്ശേരിയിലും പുത്തൻകുരിശിലും വൻ സ്വീകരണം. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാത്തോലിക്കയായ അഭിഷിക്തനായ ശ്രേഷ്ഠ മോർ ബെസേലിയസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും സഭാ കേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ വെച്ച് നടന്നു. പാത്രിയർക്ക സെന്ററിലെ ശ്രേഷ്ഠ ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവ നഗറിൽ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയെ അനുമോദിച്ച് സഭാ അടിസ്ഥാനത്തിലുള്ള പൊതുസമ്മേളനവും നടന്നു. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ശ്രേഷ്ഠ ബാവയുടെ അനുമോദന സമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്തത്. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ശ്രേഷ്ഠ ബാവയെ സഭയിലെ മെത്രാപ്പോലിത്തമാരും സഭാ ഭാരവാഹികളും വർക്കിംഗ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പെരുമ്പാവൂർ വഴി സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലേക്ക് ശ്രേഷ്ഠ ബാവയെ ആനയിച്ചത്. പിറവം നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി അനൂപ് ജേക്കബ് MLA അധ്യക്ഷതയിൽ പിറവം കൊള്ളിക്കൽ MEIP IBയിൽ ചേർന്നു. പിറവം പൊഴിമല നിവാസികൾക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്ന് അനൂപ് ജേക്കബ് MLA അറിയിച്ചു. കൂത്താട്ടുകുളം അമ്പലം കോളനി, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പരുത്തിപ്പള്ളി കോളനി, ഇരുമ്പനം ഭാഗത്തെ കർഷക കോളനി, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലെ ചക്കേച്ചിറ കോളനി എന്നിവിടങ്ങളിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് സർവേ തുടർ നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മിച്ചഭൂമി പട്ടയം, പുഴ പുറമ്പോക്കിലെയും പാറ പുറമ്പോക്കിലെയും പട്ടയം സംബന്ധിച്ച് വീണ്ടും സർക്കാരിലേക്ക് അപേക്ഷ നൽകാൻ പട്ടയ അസംബ്ലിയിൽ തീരുമാനിച്ചു. കളമ്പൂർ പുഴ പുറമ്പോക്കിൽപ്പെട്ട 7 കുടുംബങ്ങൾക്ക് പട്ടയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പട്ടയ അസംബ്ലിയിൽ ചർച്ച ചെയ്തു. പുതിയതായി വന്ന അപേക്ഷകളിൽ നിയോജക മണ്ഡലത്തിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരം, ഭൂമിയുടെ ലഭ്യത, പട്ടയ വിതരണത്തിൽ തടസ്സം എന്നിവയെക്കുറിച്ച് പട്ടയ അസംബ്ലിയിൽ ചർച്ച ചെയ്തു. പുതുതായി വന്ന അപേക്ഷകളിൽ എത്രയും വേഗം റിപ്പോർട്ടുകൾ സ്വീകരിച്ച് പട്ടയം നൽകുവാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും പട്ടയ അസംബ്ലിയിൽ ധാരണയായി. ഉദയംപേരൂർ പട്ടമനക്കാവ് ശ്രീ എസ് ടി ഗന്ധർവസ്വാമി കുടുംബക്ഷേത്രത്തിലെ വാർഷികോത്സവം ഏപ്രിൽ 1-2 തീയതികളിൽ നടക്കും. ഏപ്രിൽ 1-ാം തീയതി രാവിലെ ഗണപതി ഹോമം, സർപ്പത്തിന് കളമെഴുത്തുംപാട്ടും യക്ഷിക്ക് കളമെഴുത്തുംപാട്ട് എന്നിവ നടക്കും. 2-ാം തീയതി മഹാഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് ഗന്ധർവസ്വാമിക്ക് ഭസ്മക്കളം, വൈകിട്ട് താലമരവ്, ദീപാരാധന, ഗന്ധർവസ്വാമിക്ക് കളമെഴുത്തുംപാട്ടും എന്നിവയും നടക്കും. ഓപ്പറേഷൻ ഡി ഹണ്ട് 146 പേരെ അറസ്റ്റ് ചെയ്തു. MDMAയും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുത്തുന്നതായി സംശയിക്കുന്ന 3191 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 140 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 146 പേരാണ് അറസ്റ്റിലായത്. ഈ കേസുകളിൽ എല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് 2025 മാർച്ചിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. പൊതുജനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ആന്റി നാർക്കോട്ടിക് ഇന്റലിജൻസ് സെല്ലും NDPS കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. മലങ്കര യാക്കോബായി സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ ബെസേലിയസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പ്രത്യേക തപാൽ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കോഴിക്കോട് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയാണ് സ്റ്റാമ്പ് പുറത്തിറക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സീനിയർ പോസ്റ്റ് മാസ്റ്റർ P പ്രമോദ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങിയ പോസ്റ്റൽ സ്റ്റാമ്പ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രകാശനം നടത്തി. മലങ്കര യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബേസിൽ T ഇലിയാസ് തൊണ്ടേലിൽ മേയറിൽ നിന്നും ആദ്യമായി സ്റ്റാമ്പ് സ്വീകരിച്ചു. ഇതോടെ ചാനൽ 91 8 മണി വാർത്ത സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണി വരെ കാണുന്നവരെ ഏവർക്കും ശുഭദിനം.